उस राज्य को बर्बाद कर देते हैं। केरला की जनता आज इसी पीड़ा से गुजर रही है। आज केरला की चर्चा राजनैतिक हिंसा और महिलाओं के खिलाफ बढ़ते अपराधों के लिए होने लगी है। പ്രിയപ്പെട്ടവരെ, ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന സ്ഥിതിയാണ്. ഇന്ന് രണ്ടുപേർക്കും അവരവരുടെ പേരുകൾ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. രണ്ടുപേരെയും രാജ്യം തിരസ്കരിച്ചതാണ്. കോൺഗ്രസുകളും കമ്മ്യൂണിസ്റ്റുകളും വികസന വിരോധികളാണ്. രണ്ടുപേരും അരാജകത്വവാദികളാണ്. ഇന്ന് ഈ രണ്ട് മുന്നണികളും അഴിമതിയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണ്. വികസനത്തിന് അത്യന്താപേക്ഷിതമായ വ്യവസായങ്ങളെ തകർത്തെറിഞ്ഞ ചരിത്രമാണ് രണ്ടു കൂട്ടർക്കുമുള്ളത്. ഇവർ രണ്ടുപേരും എവിടെയൊക്കെ ഭരണത്തിൽ ഇരുന്നിട്ടുണ്ടോ ആ സംസ്ഥാനങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞവരാണ്. ഇന്ന് നമ്മുടെ കൊച്ചു കേരളവും സമാനമായ അവസ്ഥയിലൂടെ അതേ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് കേരളത്തെ പറ്റിയുള്ള ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകത്തെ പറ്റിയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തെ പറ്റിയുമാണ്. साथियों, पहले कांग्रेस और अब एलडीएफ की सरकारों ने केरला को अपनी लूट और भ्रष्टाचार के अड्डे के तौर पर इस्तेमाल किया। एक ऐसी सरकार है जिस पर खुद गोल्ड स्मगलिंग में संलिप्त होने स्मगलर्स को संरक्षण देने के आरोप लगते हैं। गोल्ड स्मगलिंग स्कैम में अपराधियों को बचाने के लिए पूरी सरकार लगी हुई है। പ്രിയപ്പെട്ടവരെ, ആദ്യം കോൺഗ്രസ്, ഇപ്പോൾ ഇടതുമുന്നണി, രണ്ട് സർക്കാരുകളും മാറി മാറി കേരളത്തെ കൊള്ളയടിക്കാനും അഴിമതി നടത്താനുള്ള താവളമായി അവരുടെ കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ ദിവസവും സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം നേരിടുന്ന സർക്കാരാണ്. സ്വർണ്ണക്കടത്തുകാരെ, അതിൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഇവിടെ ദുരുപയോഗപ്പെടുത്തുകയാണ്. साथियों, केरला में गरीबों, मजदूरों, महिलाओं, गल्फ से लौटे लोगों के पैसे की खुलेआम लूट हो रही है। केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं, 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब करीब 1 लाख करोड़ रुपए जमा है। इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है। सीपीएम के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है। कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है। പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ സാധാരണക്കാരുടെ, ദരിദ്രരായിട്ടുള്ളവരുടെ, സ്ത്രീകളുടെ ഒക്കെ പണം മോഷ്ടിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഏകദേശം 300ഓളം സഹകരണ ബാങ്കുകളിൽ കൂടി 1 ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് ഈ ബാങ്കുകൾ ഭരിക്കുന്ന സിപിഎം നടത്തിയിട്ടുള്ളത്. വനിതകളുടെ, കർഷകരുടെ, ദരിദ്രരുടെ ഒക്കെ നമ്മെ പോലെയുള്ള സാധാരണക്കാരുടെ 1 ലക്ഷം കോടി രൂപയാണ് സിപിഎം ഭരിക്കുന്ന ബാങ്കുകൾ കൊള്ളയടിക്കുന്നത്. സിപിഎം എത്രയൊക്കെ ബാങ്കുകൾ ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം കൊള്ള നടക്കുന്നു എന്നതാണ് അവസ്ഥ. इस करप्शन में सीपीएम के नेताओं को जो रिश्वत मिली है वो भी सैकड़ों करोड़ रुपए में है। जैसे अकेले त्रिशूर में ही 80 से ज्यादा अघोषित खातों में 25 करोड़ रुपए की रिश्वत जमा है।
अकेले त्रिशूर के सीपीएम जिला सचिव के नाम पर 100 से ज्यादा प्रॉपर्टी खरीदी गई है। जब एक स्थान का ये हाल है तो हम बाकी केरला का अंदाज लगा सकते हैं। कोचिन मिनरल्स एंड रूटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है। इस केस की जांच ना हो, इसके लिए केरला सरकार पूरी ताकत लगा रही है। പ്രിയപ്പെട്ടവരെ, സിപിഐഎമ്മിന്റെ ഭരണത്തിലിരിക്കുന്ന ബാങ്കുകൾ നൂറുകണക്കിന് കോടി രൂപയാണ് അഴിമതിയിലൂടെ നടത്തുന്നത്. തൃശൂരിൽ മാത്രം 80ലധികം ബാങ്കുകളിലാണ് അഴിമതി നടത്തിയിട്ടുള്ളത്. തൃശൂരിലെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ മാത്രം 100 കോടിയിലധികം രൂപയുടെ സ്വത്ത് അഴിമതിയിൽ കൂടി സമ്പാദിക്കപ്പെട്ടു എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് പുതിയതായി ഉയർന്നു വന്ന മറ്റൊരു അഴിമതി ആരോപണം, KMMRLന്റെ അതുമായി ബന്ധപ്പെട്ട അഴിമതി. ഇതിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമാണ് ആരോപണ വിധേയരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേസ് നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ പുറം ലോകം അറിയാതെ പോകുമായിരുന്നു. केरला में इन स्कैम्स की वजह से हजारों परिवारों का जीवन दांव पर लग गया है। यहां सीपीएम के मुख्यमंत्री लगातार झूठ बोल रहे हैं कि कोऑपरेटिव स्कैम के पीड़ितों को उनका पैसा वापस मिलेगा, दोषियों पर कार्रवाई होगी। ये आपका सेवक मोदी है जो सख्ती से इस केस की जांच करवा रहा है। अब तक स्कैम करने वालों की करीब 90 करोड़ रुपीस की संपत्ति अटैच हो गई है। मैं इस बारे में कानूनी सलाह ले रहा हूं कि कैसे जिन गरीबों ने बैंकों में पैसा रखा था और जिन लोगों का बैंकों में पैसा डूबा है, इनकी संपत्ति जब्त करके मैं वो पैसे इन गरीबों को वापस कैसे दूं, इस पर मैं काम कर रहा हूं। बीजेपी सरकार पहले भी देश में 17,000 करोड़ रुपीस ऐसे जो स्कैम पीड़ित लोग थे उनको वापस दे चुका हूं मैं। इसलिए मैं कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में मैं पूरी ताकत लगा दूंगा और पाई उनसे निकलवा के रहूंगा और आपको पैसा वापस मिले इसके लिए पूरी ताकत खपा दूंगा। പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് കുടുംബങ്ങളാണ്, അവരുടെ ജീവിതങ്ങളാണ് സിപിഎമ്മിന്റെ ഈ തട്ടിപ്പ് മൂലം ഇന്ന് വഴിയാധാരം ആയിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹകരണ മേഖലയെപ്പറ്റി കള്ളം പറയുകയാണ്. സഹകരണ മേഖലയിലുള്ളവരുടെ പണമൊക്കെ തിരികെ കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ നരേന്ദ്രമോദി പറയുകയാണ് ഈ കുറ്റക്കാരെ, സഹകരണ മേഖലയിൽ കൊള്ള നടത്തിയ ഒരാളെ പോലെയും വെറുതെ വിടില്ല, അവരുടെ എല്ലാവരുടെയും പണം തിരികെ നൽകുമെന്നാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. അഴിമതി നടത്തിയവരുടെ പണം തിരികെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് അഴിമതി നടത്തിയവരെ തുറുങ്കിലടയ്ക്കുമെന്നും പണം നഷ്ടമായവർക്ക് അത് തിരികെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഉറപ്പ് നൽകുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ അഴിമതി നടത്തിയിട്ടുള്ള 70,000-ഓളം കോടി രൂപയാണ് സാധാരണക്കാർക്ക് തിരികെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഈ പണം, സാധാരണക്കാരുടെ പണം, നഷ്ടപ്പെട്ടത് ആരായാലും അവരുടെ പണം നിങ്ങൾക്ക് തിരികെ കിട്ടും. അതിനുവേണ്ടി അഴിമതി നടത്തിയ എല്ലാവരെയും തുറുങ്കിലടയ്ക്കുമെന്നും ഞാൻ ഉറപ്പ് നൽകുകയാണ്. साथियों, खुली लूट के कारण केरला आर्थिक तबाही के कगार पर पहुंच चुका है। सरकारी खजाने खाली हो चुके हैं। राज्य सरकार के पास
अपने कर्मचारियों को, पेंशनर्स को सैलरी देने के लिए पैसे नहीं है। केंद्र सरकार केरला के विकास के लिए जो पैसा भेजती है, उससे राज्य सरकार अपना कर्ज चुकाने में खर्च करती है। और ये लोग केंद्र सरकार पर झूठे आरोप लगाते हुए सुप्रीम कोर्ट गए और सुप्रीम कोर्ट ने ऐसी फटकार लगाई है कि उल्टे मुंह वापस दौड़ करके केरल पास वापस आ गए। सुप्रीम कोर्ट ने साफ साफ कहा कि केरला में फाइनेंशियल क्राइसिस के लिए यहां की राज्य सरकार जिम्मेदार है। कांग्रेस हो या लेफ्ट, ये लोग केरला में मजबूत रहे तो केरला को तबाह करके ही मानेंगे, कुछ भी नहीं बचने देंगे। പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൊള്ളയടിക്കൽ മൂലമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇന്ന് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ ഖജനാവ് കാലിയായിരിക്കുന്നു. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും പോലും നൽകാൻ കേരള സർക്കാരിന്റെ കയ്യിൽ പണമില്ല. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്രം നൽകുന്ന പണം ഇന്ന് കേരള സർക്കാർ കടം വീട്ടാൻ വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. പക്ഷേ കേന്ദ്രത്തിനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് ഇവർ സുപ്രീം കോടതിയിൽ പോയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവിടെ കേരളത്തിന്റെ മുഖത്തടിച്ച പോലെയുള്ള തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും കേരള സർക്കാരിന് കിട്ടിയത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളം ഭരിക്കുന്നവരുടെ കാര്യക്ഷമതയില്ലായ്മയും അവരുടെ മാത്രവും കുഴപ്പമാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ശക്തരായി തുടർന്നാൽ, അവർ ശക്തരായി നിലനിന്നാൽ കേരളം തകരുമെന്ന കാര്യം, കേരളത്തിന്റെ ഭാവി സുരക്ഷിതമല്ല എന്ന കാര്യം ഉറപ്പാണ്. साथियों, पिछले 10 इयर्स में मैंने देश में ईमानदार सरकार चलाकर दिखाई है। हमारी सरकार ने करप्शन पर भी कड़ी कार्रवाई की है। इसलिए ये करप्ट लोग मोदी को रोकने के लिए अलायंस बना रहे हैं, लेकिन मोदी इनसे डरने वाला नहीं है। 26 अप्रैल को कमल के बटन पर आपका एक एक वोट करप्शन के खिलाफ चल रहे इस आंदोलन को मजबूत करेगा, देश को करप्शन से मुक्ति दिलाएगा। പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ ഈ രാജ്യത്തെ സത്യസന്ധമായി നയിച്ചു. അഴിമതി അവസാനിപ്പിക്കാൻ നിരവധി നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഈ അഴിമതി പാർട്ടികൾ നരേന്ദ്രമോദിയെ ചെറുക്കാൻ സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അഴിമതിക്കാരെ ഭയക്കുന്ന ആളല്ല നരേന്ദ്രമോദി. ഞാൻ അഴിമതിക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഈ മാസം 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ താമര അടയാളത്തിൽ ചെയ്യുന്ന ഓരോ വോട്ടും ഇന്ന് ഈ രാജ്യത്ത് അഴിമതിക്കെതിരായി നടക്കുന്ന മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതാണ്, രാജ്യത്തെ അഴിമതി വിമുക്തമാക്കാൻ സഹായിക്കുന്നതാണ്. साथियों, बीजेपी ने कोल्लम से श्री कृष्ण कुमार जी को अपना उम्मीदवार बनाया है। उनके लोकसभा सेवा के कार्यों और लोकप्रियता से आप भलीभांति परिचित हैं। बीजेपी ने तिरुअनंतपुरम से मेरे मित्र भाई राजीव चंद्रशेखर और एटिंगल लोकसभा से हमारे पुराने साथी वी मुरलीधरन को प्रत्याशी बनाया है। इन लोगों ने
अपनी शिक्षा और योग्यता से साथ देश में अलग पहचान बनाई हुई है। केरला का सम्मान बढ़ाया इन लोगों ने। मुरलीधरन जी ने विदेश राज्य मंत्री के तौर पर देश विदेश में अपनी प्रतिभा को साबित किया है। वैश्विक संकट के कई मौकों पर इन्होंने केरला और देश के लोगों को वापस भारत लाने के लिए बहुत काम किया है। राजीव जी आईटी सेक्टर, सेमीकंडक्टर और ऐसे महत्वाकांक्षी क्षेत्रों को आगे बढ़ाने के काम में लगे हैं। इन तीनों को दिया गया आपका हर वोट केरला के विकास की नींव रखेगा। आप पर एक और जिम्मेदारी मेरी तरफ से है। आप केरला के घर घर जाकर के मोदी जी के प्रणाम जरूर पहुंचाइए। പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി കൊല്ലത്ത് ശ്രീ ജി കൃഷ്ണകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജനപ്രിയതയും സേവന മനോഭാവവുമൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ്. തിരുവനന്തപുരത്ത് എന്റെ സഹപ്രവർത്തകൻ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ എന്റെ പഴയകാലം മുതലുള്ള സുഹൃത്തായ ശ്രീ വി മുരളീധരനുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ. ഇവർ രണ്ടുപേരും അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും കൊണ്ട് കേരളത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചവരാണ്. മുരളീധരൻജി വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് അകത്തും പുറത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. വിദേശ രാഷ്ട്രങ്ങളിലുണ്ടായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിലെയും മറ്റിടങ്ങളിലെയും ജനങ്ങളെ ഭാരതത്തിൽ തിരികെ എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്ത വ്യക്തി കൂടിയാണ് ശ്രീ രാജീവ് ജി. അദ്ദേഹം ഐടി, സെമി കണ്ടക്ടർ തുടങ്ങിയ പല മേഖലകളിലും പല മേഖലകളുടെയും വികസനത്തിന് വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രതിഭയാണ്. ഇവർ മൂന്നുപേർക്കും നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഞാൻ നിങ്ങളെ ഒരു ഉത്തരവാദിത്തം കൂടി ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ കേരളത്തിലെ ഓരോ വീടുകളിലും മോദിയുടെ സന്ദേശം, മോദിയുടെ ആശംസ എത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. मेरे साथ बोलिए, भारत माता की ജയ്. पूरी ताकत से बोलिए। आप नहीं बोलोगे तो चलेगा। भारत माता की, भारत माता की, भारत माता की। बहुत बहुत धन्यवाद।